ഫ്രണ്ട്സ്, എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ അറിഞ്ഞോ, മുടിയനും ഭാര്യയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു. മുടിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപ്പും മുളകും സീരിയലിലൂടെ വളർന്നു ബിഗ് ബോസിലെ താരമായിരുന്ന മുടിയൻ എന്ന കൃഷിയാണ്. കൃഷി അവർ സ്നേഹിച്ച കല്യാണം കഴിച്ചത്. ഐശ്വര്യ എന്ന കുട്ടിയാണ് അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. അവരുടെ കല്യാണം 1 മാസം മുന്നേ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നതാണ്. അപ്പോൾ എന്താണെന്നല്ല കൂടുതൽ കാരണം, ഒരു ഡിവോഴ്സ് ആയതിൻ്റെ കാരണം എന്താണ്, കൂടുതൽ വെളിപ്പെടുത്തൽ എന്താണ് സത്യം ഇതിൽ കൂടുതലായി നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മുടിയനെ എല്ലാവർക്കും ഇഷ്ടമാണ്, മുടിയനെ എല്ലാവർക്കും കാര്യവുമാണ്. മുടിയൻ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. ഐശ്വര്യയ്ക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഐശ്വര്യ ഡോക്ടറാണ്, ഐശ്വര്യയ്ക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഈ ഐശ്വര്യയുടെ കാര്യം, ഈ മുടിയൻ്റെ കല്യാണം കഴിഞ്ഞ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തൊരു വാർത്തയാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞത്. അതിനുശേഷം അവർ ഹണിമോളായിരുന്നു. ഹണിമോള് ഇവർ പോയത് മാലിലോ ലക്ഷദ്വീപിലോ അവിടെ കണ്ടാന്ന്, എനിക്ക് മാലിദ്വീപിലെന്ന് തോന്നുന്നു. അതിനുശേഷം ഹണിമോളിലൊക്കെ ആയിട്ട് ഇവർ അടിച്ചു പൊളിച്ച സമയത്ത് ഇവരുടെ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഡിവോഴ്സ് ആയെന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഓരോ ചാനലുകളിൽ പോയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ്? ഇവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ വെച്ചാണ് കല്യാണം കഴിഞ്ഞത്. നിങ്ങൾ കണ്ടതാണ് അവരുടെ ഒരുപാട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ. അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക, അമ്പലത്തിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അവർ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തതിനെന്തോ താമസം വന്നു. പക്ഷെ ഇവർ അമ്പലത്തിൽ രജിസ്റ്റർ ചെയ്ത് പഞ്ചായത്ത് രജിസ്റ്റർ ഇവർ ഹണിമൂളൊക്കെ അപേക്ഷിച്ച് തിരക്കൊക്കെ കാരണം ഇത് ചെയ്ത്. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് അവർ തമ്മിലുള്ള കല്യാണം 1 മാസത്തിനുള്ളിൽ ഡിവോഴ്സായി. കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഡിവോഴ്സായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വാർത്ത ഉണ്ടാക്കിയത്. അത് ഫേക്ക് ന്യൂസാണ്, സത്യസന്ധമായ ഇതല്ല. അവർക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് അവർ ഇത് ചെയ്യാതിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഐശ്വര്യ പറഞ്ഞ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു, പിന്നെ ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ രജിസ്റ്റർ നേരത്തെ ചെയ്തതാണ്, അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് സമയക്കുറവുകൊണ്ടാണ് അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ വെളിപ്പെടുത്തുകയുണ്ടായി. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ ഇതിട്ടിട്ട് ഇപ്പോഴും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞു, ഡിവോഴ്സായി എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, സത്യം നിങ്ങൾ അറിയണം എന്നും ഉറപ്പുള്ളതുകൊണ്ട് നമ്മുടെ ചാനലിൽ കൂടുതലും ജെനുവിനായിട്ടുള്ള വീഡിയോ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ അറിയണം എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും തമ്പനയിൽ നോക്കരുത്, നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. ഞാൻ എന്താണ് പറയുന്നത് വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. ഓക്കെ, നമുക്ക് തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു 2 പേരാണ് ഐശ്വര്യയും മുടിയനും. പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത ആദ്യമേ ഞാൻ കേട്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. മുടിയനെ കുറിച്ച് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, പക്ഷേ എങ്ങനെയാണ് അവർ തമ്മിൽ അടിച്ചു പിരിയും? കൂടുതൽ കാരണം എന്താണെന്ന് അറിയാനും കൂടുതൽ ഇതേക്കുറിച്ച് ഞാൻ അറിയാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സത്യാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ രഹസ്യം എന്താണ് എന്നറിയാപ്പോൾ ഞാനിത് വീഡിയോ ചെയ്തത്. എന്തായാലും നിങ്ങൾ ഓർക്കുക, അവർ ചില ആളുകൾ ഇത് വീഡിയോ നോക്കാതെ ചില ആളുകളുടെ ഫേക്ക് ന്യൂസ് നോക്കുമ്പോൾ നിങ്ങൾ പറയും, അവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞോ, എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ നിങ്ങൾ തന്നെ ആലോചിക്കും. അപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സത്യസന്ധമായ വാർത്തയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവർ മാലിലോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട് മാലില്ലാന്ന് തോന്നുന്നു. അവർ ആനിമൾ ആഘോഷിക്കുകയായിരുന്നു 1 മാസത്തോളം. ഇതിൻ്റെയൊക്കെ തിരക്കിലും പിന്നെ മുടിയന് ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അവർ രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പോൾ അതെല്ലാം ശരിയായി എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ വേണ്ടി ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.